നമുക്കിന്ന് വളരെ ക്വിക്ക് ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാലോ. വളരെ സിമ്പിളാണ്. ആകെ 3 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് ഞാൻ ഇന്നലത്തെ ഒരു റെസിപ്പിയിൽ ഒരു ബ്രെഡിൻ്റെ വൈറ്റ് പോർഷൻ എടുത്ത് വെച്ചിരുന്നു. അതിന് ബാക്കി വന്ന ആ ഒരു ബോർഡർ ഇങ്ങനെ കട്ട് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നിങ്ങനെ ലൈറ്റായിട്ട് റോൾ ചെയ്ത് ഒരു സ്പൈറൽ ഫോമിലേക്ക് ആക്കും. ഇത് പക്ഷെ പെട്ടെന്ന് പൊടിയുന്ന ബ്രെഡാണ്, അപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് സൂക്ഷിച്ചൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് നമ്മളിതിനെ സെക്യൂർ ചെയ്യാൻ പോവാണ്. കണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ഇതിനെ സെക്യൂർ ചെയ്തെടുക്കുക. ഇവിടെ നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡിനെയും ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അങ്ങനെ റോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ 4ആയിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താലും മതി. ഒന്ന് ഫ്ലാറ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് എളുപ്പം, കുറച്ചുകൂടി എളുപ്പം ഇതാണ് ഞാൻ കണ്ടതിൽ. ബ്രെഡിനെ 2ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് പീസും സെക്കൻഡ് പീസും ആക്കിയിട്ട് ഇങ്ങനെ മുകളിൽ വെച്ച് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാരണം എനിക്കൊന്നും ബ്രെഡ് അങ്ങനെ എനിക്കിപ്പോൾ സഹകരിക്കുന്നില്ല ഗൈസ്. ബ്രെഡ് ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മളിനി തീ കത്തിച്ചിട്ട് ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ പാനിലേക്ക് ഡയറക്റ്റ്ലി ഗീ അപ്ലൈ ചെയ്തിട്ട് ഇതിനൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇല്ല വെച്ചാൽ നമുക്ക് ഇതിലേക്ക് തന്നെ ഗീ അപ്ലൈ ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെയാണ് ചെയ്യുന്നത്. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം, കാരണം ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാനാണ് കേട്ടോ. അപ്പം ഗീ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇത് കൊടുക്കുക. അങ്ങനെ എല്ലാ ബ്രെഡ്സും ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇനി ഒന്ന് മറച്ചിടാം. കൈ പൊള്ളാണ്ട് വേണോട്ട് ഇങ്ങനത്തെ സാഹസങ്ങൾ കാണിക്കാൻ. അപ്പൊ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നമുക്കിനി ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇത്തിരി മതി കേട്ടോ. അങ്ങനെ നന്നായിട്ട് നമ്മളൊന്ന് ആ ഒരു ഷുഗർ സിറപ്പിലിട്ടിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗാർണിഷ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിതാ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് ഷുഗർ സിറപ്പിൽ മുക്കി എല്ലാം കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഇത്തിരി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഓപ്ഷണലാണ് ഗൈസ്. വൈറ്റ് ചോക്ലേറ്റോ മിൽക്ക് മെയ്ഡോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞ് നമ്മുടെ ആവശ്യത്തിന് കുട്ടപ്പനയുടെ ഡെക്കറേഷൻ കേട്ടോ. നമുക്ക് കഴിച്ചു നോക്കാം. ബട്ടർഫ്ലൈ, അതെ ബട്ടർഫ്ലൈ. ക്രഞ്ചൊക്കെ ഉണ്ടോ? നല്ല ക്രഞ്ച് ആയിട്ടുണ്ട്. നല്ല സ്വീറ്റ് ആ മിൽക്ക് മെയ്ഡോട് വന്നപ്പോഴത്തേക്കും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര മോഡേൺ വെറൈറ്റി സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ തിരിച്ച് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഐറ്റങ്ങളെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഞാൻ ഉൾപ്പെടെ.